അതീവ സുരക്ഷാ സന്നാഹമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിന്റെ പിൻസീറ്റിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ഇറങ്ങുന്ന ഒരു വനിതയുണ്ട്. ഈ വനിത ആരാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചോദ്യം. അതും പ്രധാനമന്ത്രി മുൻസീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ. ഇതാണ് നിധി തിവാരി, പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തയായ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഓരോ ചലനവും അറിയുന്ന നിർണായക വ്യക്തികളിൽ ഒരാൾ. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ ലോകസഭാ മണ്ഡലമായ വാരണാസിക്കടുത്തുള്ള മഹമൂർഗാഞ്ചാണ് നിധി തിവാരിയുടെ ഭർത്താവ് ഡോക്ടർ സുശീൽ ജയ്സ്വാളിന്റെ നാട്. 2014 നരേന്ദ്രമോദി ആദ്യമായി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുമ്പോഴാണ് നിധി അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ലക്നൗ സ്വദേശിയായ നിധിക്ക് എഴുതിയ പരീക്ഷകളിലെല്ലാം സ്വർണ്ണ മെഡൽ തിളക്കമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതും ഒരു വിജയിച്ച ചരിത്രമുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ MSc ബയോ കെമിസ്ട്രിക്ക് പഠിക്കുമ്പോഴാണ് അവർ സുശീലിനെ പരിചയപ്പെട്ടതും പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. അതിനുശേഷം 2007 ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞയായി മഹാരാഷ്ട്രയിൽ ജോലിയിൽ പ്രവേശിച്ചു. അവിടുത്തെ പരിശീലന കാലാവധി പൂർത്തിയാക്കി സ്വർണ്ണ മെഡലോടുകൂടി ഇറങ്ങുമ്പോൾ 2008 മകൻ ജനിക്കുകയുണ്ടായി. പക്ഷേ ജനസേവനമെന്ന ആഗ്രഹം അപ്പോഴും നിധിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ 2008 ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി കൊമേഴ്ഷ്യൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയി. വാരണാസിയിലായിരുന്നു നിയമനം. 2013 സിവിൽ സർവീസ് എന്ന മോഹവുമായി പഠനം ആരംഭിക്കുന്നത്. അതിനായി ഡൽഹിയിലെത്തി. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് നേടുകയും ചെയ്തു. മുസൂറിലെ പരിശീലന കാലത്ത് ആ ബാച്ചിലെ ടോപ്പറായിരുന്നു നിധി. സ്വർണ്ണ മെഡലോടുകൂടിയാണ് സിവിൽ സർവീസ് പരിശീലനം പൂർത്തിയാക്കിയത്. 2014 ബാച്ച് IFS ഉദ്യോഗസ്ഥയായ നിധി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച പദവിയിലെത്തുകയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന നിധി 2022 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി എത്തിയത്. അവർക്ക് 2023 ജനുവരിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സ്ഥാനക്കയറ്റവും ലഭിച്ചു. അടുത്തിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ക്യാബിനറ്റ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഇവരെ നിയമിച്ചത്. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥയിൽ ഒരാളാണ് നിധി. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വിദേശകാര്യ സുരക്ഷാ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇവർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനാണ് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഭരണപരവും നയതന്ത്രപരവുമായ പ്രവർത്തനങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും നിധി തിവാരി ഇപ്പോൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. വനിതകൾക്ക് കൂടുതൽ അധികാരം കൈമാറാൻ ഉദ്ദേശിച്ച് അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് സമൂഹ മാധ്യമങ്ങളിലും പ്രധാന ഇടങ്ങളിലും ചർച്ച ചെയ്യുന്നിടത്ത് തന്നെയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് നിധി തിവാരിയുടെ ചിത്രങ്ങളും വാർത്തകളും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്.